കണ്ടോ, ദൈവം അവന് കൊടുത്ത പണി കണ്ടോ? വെറുതെയല്ല, ഇവനെ പണ്ട് എനിക്കിട്ടൊന്ന് പണിതാ, അതിന് ദൈവം കൊടുത്തതാ, ദൈവം എന്റെ കൂടെയാ. ഇങ്ങനെ ചില ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞു കാണും അല്ലെ? നമുക്ക് ആരെങ്കിലും ഒരു ദ്രോഹം ചെയ്തു കഴിഞ്ഞാൽ, അയാൾക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അത് നമ്മളോട് ചെയ്തതിന്റെ പ്രതികാരമായിട്ട് ദൈവം കൊടുത്തതാണ് എന്ന് ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ദൈവം നിങ്ങൾക്ക് അവിടെ കൊട്ടേഷന്റെ പണി ചെയ്യല്ലേ, നിങ്ങൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യാനായിട്ട്? പാമ്പിനെ പോലെ വിഷം മനസ്സിൽ കൊണ്ട് നടന്ന് പ്രതികാര ചിന്തയുമായി നടക്കുന്ന നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ ലോകത്തിന് ഒരു നിയമമുണ്ട്. നമ്മൾ എന്താണ് കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. നമുക്കോ മറ്റുള്ളവർക്കോ എന്തെങ്കിലും അത്തരം അനുഭവങ്ങൾ ഉണ്ടായാൽ അത് ഒരിക്കലും ഒരു പ്രതികാരമല്ല. അത് ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങളാണ് നമ്മുടെ തെറ്റുകൾ തിരുത്തുവാൻ വേണ്ടി. നമ്മൾ ദ്രോഹിച്ച ആർക്കെങ്കിലും എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ അതൊരിക്കലും നമ്മുടെ വിജയമല്ല. മറ്റുള്ളവർക്ക് ഒരു ആപത്ത് വരുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ലോവർ പേഴ്സണാലിറ്റി ആയി ഇരിക്കുന്നതിനേക്കാൾ നല്ലത് എപ്പോഴും ഫൊർഗീവ് ചെയ്യുന്ന, ക്ഷമിക്കാൻ കഴിയുന്ന ഒരു ഹയർ പേഴ്സണാലിറ്റി ആവുകയാണ്. ഫൊർഗീവ് ചെയ്യുന്നതേ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ലഭിക്കാനാണ്. വ്യക്തിത്വമുള്ള ആളുകൾ മറ്റുള്ളവർക്ക് വീഴ്ച സംഭവിക്കുമ്പോൾ നമ്മൾ ദ്രോഹിച്ചവരായാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. പ്രതികാര ചിന്തയുടെ വിഷമവുമായി നടക്കുന്ന ആളുകളുടെ കൂടെയല്ല, മറിച്ച് എല്ലാവർക്കും സമാധാനവും സന്തോഷവും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂടെയാണ് ദൈവം അല്ലെങ്കിൽ ഈ പ്രകൃതി ഉണ്ടാവുക.